ശ്രീ ശ്രേയാംസ് കുമാർ, എന്താണ് വയനാട്ടിലെ ഒരു സാഹചര്യം? വലിയ ദുരന്തമുണ്ടായിട്ടുള്ള ഇത്രയും കാലം വയനാട് കാണാത്ത വ്യാപ്തിയിലുള്ള ഒരു ദുരന്തമെന്നാണ് അറിയുന്നത്. ഞാൻ വയനാട്ടിലല്ലോ, ഞാൻ കോട്ടയ്ക്കലാണ് ഉള്ളത്. വലിയൊരു ദുരന്തമാണത്. കാരണം ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിക്കില്ല. ഇതിന്റെ തൊട്ടടുത്ത സ്ഥലത്താണ് 2018 പുത്തുമലയിൽ വലിയ ദുരന്തം ഉണ്ടായത്. അവിടെ നിന്ന് ഏകദേശം 3-4 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ചൂരൽമല വരുന്നത്. ആ പാലം കഴിഞ്ഞിട്ടാണ് പിന്നെ മുണ്ടക്കൈ വരുന്നത്. അപ്പൊ അങ്ങോട്ട് ആക്സസബിൾ അല്ല. എത്രയധികം ആൾക്കാർ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. വലിയൊരു ദുരന്തം തന്നെയാണ്. ഏതായാലും ആർമിയും അതുപോലെ പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാലും അപ്പുറത്ത് കിടക്കുക എന്നുള്ള ദുഷ്കരമായ സംഗതിയാണ്. പക്ഷേ വയനാടിന്റെ ഏറ്റവും വലിയൊരു ദുരന്തമാണിത്. ഇത് പിന്നെ ഹൃദയഭേദകമാണ് ഈ ഒരു കാഴ്ച കാണുമ്പോൾ. എത്രത്തോളം ആൾക്ക് രക്ഷാപ്രവർത്തകർക്കടക്കം അവിടേക്ക് എത്തിച്ചേരാനുള്ള രക്ഷാപ്രവർത്തകർക്കടക്കം അവിടേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകളും പാലങ്ങളും വഴികളും ഒക്കെ പോയിട്ടുണ്ട്. എന്താണ് ഈ അധികൃതർ എന്തെങ്കിലും അങ്ങ് ആശയവിനിമയം നടത്തുകയുണ്ടായോ? ഞാൻ കുറെ ആൾക്കാരെ വിളിച്ചിരുന്നു. എനിക്ക് നല്ല പരിചയമുള്ള പ്രദേശമാണ്. ഞാൻ പലപ്പോഴും പോകുന്ന പ്രദേശമാണ്. കൃത്യമായി എനിക്ക് അതിന്റെ ജോഗ്രഫി എനിക്കറിയാം. അവിടെ നിന്ന് കൂടുതലായിട്ടുള്ളത് തൊഴിലാളികളാണ്. ചായത്തോട്ടത്തിലും മറ്റും തൊഴിലാളികൾ. ചൂരൽമല ചെറിയൊരു ടൗണാണ്. ആ ടൗണിൽ മുഴുവനപ്പം പിന്നെ ചളി നടന്നിരിക്കുകയാണ്. ആ സ്കൂളിന്റെ അവിടെ നമ്മൾ കണ്ടു. ചെറിയൊരു പുഴയായിരുന്നത് ഇപ്പൊ അതിന്റെ എത്രയോ ഇരട്ടി വീതിയാണ് പോകുന്നത്. കല്ലും മരവും എല്ലാം അടിഞ്ഞു കിടക്കുകയാണ്. വളരെ വലിയ ദുരന്തമാണത്. വയനാട്ടിൽ താങ്ങാൻ പറ്റാവുന്ന വലിയ ദുരന്തമാണ്. ഇത് എങ്ങനെ ഇതിനെ പിന്നെ ഇനി വരാതെ നോക്കാനുള്ള കാര്യം കൂടി ആലോചിക്കുന്ന സമയമാണ്. ഇപ്പൊ എല്ലാ ശ്രദ്ധയും ജനങ്ങളെ ഉൾപ്പെട്ടവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആശുപത്രി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ മെഡിക്കൽ സംഘങ്ങൾ അയക്കുക. ഈ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യേണ്ടത്. വളരെയധികം നന്ദി ശ്രീ എം വി ശ്രേയാംസ് കുമാർ.